അപ്പോൾ എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന ബാംഗ്ലൂർ എഫ് സി മുംബൈ സിറ്റി മത്സരത്തിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. ബാംഗ്ലൂർ എഫ് സി ഇന്നലെ ശ്രീകണ്ഠീരവയിലിട്ട് മുംബൈ സിറ്റിയെ എതിരില്ലാത്ത 5 ഗോളുകൾക്ക് തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ ആരൊക്കെ ഗോൾ സ്കോർ വെച്ചാൽ ആദ്യം തന്നെ സുരേഷ് വാങ്ചം ഗോൾ സ്കോർ ചെയ്തിരുന്നു, പിന്നെ എഡ്ഗർ മെൻഡസ്, പിന്നെ റയാൻ വില്യംസ്, മാത്രമല്ല പിന്നെ സുനിൽ ഛേത്രി, അതിനുശേഷം പെരേര ഡയസും അവസാനത്തെ ഗോളും കൂടി കുറിച്ചതോടെ 5-0 എന്ന രീതിയിലാണ് കളി അവസാനിച്ചത്. 5-0 എന്ന സ്കോറിൽ മുംബൈ സിറ്റിയെ പൊട്ടിച്ച് ബാംഗ്ലൂരു സെമി ഫൈനൽ കയറി. ബാംഗ്ലൂരു എഫ് സിക്ക് സെമി ഫൈനൽ എതിരാളിയാവുക ഗോവയാണ്. പിന്നത്തെ മത്സരം അത് ബാംഗ്ലൂർ എഫ് സിയുടെ ശ്രീകണ്ഠീരവിൽ തന്നെ വെച്ച് സ്വന്തം തട്ടകമായിരുന്നു, ഹോം ഗ്രൗണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ ബാംഗ്ലൂർ എഫ് സിക്ക് എങ്ങനെയാണ് ഗോവയെ കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഈ മോഹൻ ബഗാനല്ലേ ടോപ്പേഴ്സ്, അപ്പം ടോപ്പ് പ്ലേ ഓഫ് വിന്നേഴ്സ് തന്നെയല്ലേ ടോപ്പറായിട്ടുള്ള ടീമിനെതിരെ കളിക്കാമെന്ന്. പക്ഷേ ISL സ്ക്രിപ്റ്റ് ലീഗായി മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് മോഹൻ ബഗാന് വേണ്ടിയിട്ട്. കാരണം മോഹൻ ബഗാന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത മാതിരി എനിക്ക് തോന്നുന്നത്. കാരണം പ്ലേ ഓഫ് 1 അല്ലേ ഇവർ, സെമി ഫൈനൽ 1 എങ്ങനെയാണ് എന്താ പറയുക സെക്കൻഡ് ടീമിൻ്റെ മാച്ച് വരികയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആൻഡ് ഫസ്റ്റ് പ്ലേ ഓഫ് വിന്നറും സെക്കൻഡ് ഫിനിഷ് ചെയ്ത ടീമും, എപ്പോഴും ഫസ്റ്റ് ഫിനിഷ് ചെയ്ത ടീമും ഫസ്റ്റ് പ്ലേ ഓഫ് വിന്നേഴ്സുമാണ് ഇതിന് മുന്നേയൊക്കെ വെച്ചിട്ടുള്ളത്. ഇത്തവണ മാത്രം എന്താ അത്ര വലിയ മാറ്റം എനിക്ക് മനസ്സിലാവില്ല. എന്തായാലും ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മോഹൻ ബഗാനായിട്ടൊരു കപ്പ് എന്നുള്ളതിലാണ്. ഇങ്ങനെയാണ് മോഹൻ ബഗാൻ ഒരു കപ്പ് പോലും കിട്ടേണ്ടത്. പിന്നെ ഷാബാണ്. അപ്പോൾ ശരി, ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക, സബ് ചെയ്ത് കാണുക. നമുക്ക് അടുത്ത അപ്ഡേറ്റുകളിലൊക്കെ വരുന്നവരെ ബൈ.